ഗൈസ് ഇപ്പൊ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല, ടിവിയും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയമാണ് അനിയത്തി എവിടുന്ന് ഒരു പൈനാപ്പിളും കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഈ ഒരു സാധനം ഇപ്പൊ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു വീട്ടിൽ ഈ ചേച്ചി പൈനാപ്പിൾ എടുത്ത് പകുതി കട്ട് ചെയ്ത് ചെറിയ ചെറിയ റെക്ടാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഗൈസ് ഇപ്പൊ സാധനം കൊള്ളാല്ലേ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈനാപ്പിളിന്റെ മൂട് ഭാഗവും മണ്ട ഭാഗവും നമുക്ക് ഈ ഒരു പിച്ചാ തിരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ പൈനാപ്പിളിന്റെ മണ്ട ഭാഗവും മൂട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പകുതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പൈനാപ്പിൾ പകുതിക്ക് കട്ട് ചെയ്താൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസിൽ ഈ വരയിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പൊ വീഡിയോ കണ്ടപ്പോൾ നല്ല എളുപ്പമായിരുന്നു കട്ട് ചെയ്യാൻ. എന്തൊരു മെനക്കേട്, ഇനി പിച്ചാത്തിക്ക് മൂർച്ചയില്ലാത്തതാണോ അറിയാൻ വയ്യ. ഭയങ്കര മെനക്കേട് കട്ട് ചെയ്യാൻ. ഗൈസ് അപ്പൊ ഫൈനലി നമ്മളെ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മെനക്കെട്ട പണിയെന്ന് അറിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇന്നൊരു പീസ് എടുത്ത ശേഷം കഴിച്ചു നോക്കാം. ഓ പീസ് അപ്പൊ സാധനം കൊള്ളാല്ലേ, കറക്റ്റ് ഒരു റെക്ടാങ്കിൾ ചെയ്യപ്പെട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു പാത്രത്തോട്ടാക്കി എടുക്കാം. ഓ എങ്ങനെയുണ്ട്, കൊള്ളാവോ?